ഹായ് ഫ്രണ്ട്സ്, ഡൊമൈൻ ഓഫ് ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് മീൻസ് പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. നടക്കുമോ അല്ലെങ്കിൽ നടന്നാൽ എന്നായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ മുമ്പോട്ടേക്ക് പോകുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊരു തീരുമാനം എന്തായാലും ഉണ്ടാവും. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇൻ കേസ് എക്സാം നടക്കുകയാണെങ്കിൽ പോലും ഒരു 3-4 ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മുടെ +2 പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വിട്ടേക്കാം മീൻസ് അത് തൽക്കാലം മാറ്റി നിർത്താം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ, അതായത് +2 സയൻസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് എൻട്രൻസ് എക്സാമുകൾ. അതായത് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നമുക്ക് അടുത്തതായിട്ട്, അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാനായിട്ടുണ്ട്. അതായത് പുതിയ കോഴ്സിലേക്ക്, ഏത് കോഴ്സിലേക്ക് പോകണം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് പല എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 എൻട്രൻസ് എക്സാമുകളാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ മൊത്തത്തിൽ നടക്കുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന JEE മെയിൻ ആൻഡ് NEET എന്ന് പറയുന്ന എക്സാമിനേഷൻ. അതുപോലെ മൂന്നാമത്തേത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന KEAM, അതായത് കേരള ബേസ് നടത്തുന്ന എക്സാം ആയിട്ടുള്ള KEAM. ഈ 3 എക്സാംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ 3 എൻട്രൻസ് എക്സാമിനെ കുറിച്ചുള്ളൊരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ ഉപരിയും നമ്മളൊരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാനാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങൾ മുതൽ, അതായത് നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക്, അതിന് JEE മെയിൻ ആയാലും NEET ആയാലും KEAM ആയാലും അല്ലെങ്കിൽ മറ്റേത് എൻട്രൻസ് എക്സാം ആയാലും, എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മിക്കവാറുമുള്ള ഒരു 95% എൻട്രൻസ് എക്സാമുകൾക്കും കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്നാണ് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ +2 ക്രാഷ് ചെയ്ത പോലെ പെയ്ഡ് അല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി, നമ്മുടെ ഡൊമൈൻ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ചാനൽ വഴി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് +1ലെയും +2ലെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തിയറി പോർഷൻസ് നമ്മൾ വളരെ വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ബേസിസിലുള്ള പ്രോബ്ലംസ് നമ്മൾ ആ ചാപ്റ്റർ കഴിയുന്തോറും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് എക്സാമിന് കൂടുതലും പ്രോബ്ലംസ് തന്നെയാണ്, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെല്ലാം. പക്ഷേ MCQ ആണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും തിയറി എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് എൻട്രൻസ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തിയറി നമ്മൾ വളരെ വൃത്തിയായിട്ട്, തിയറി മീൻസ് വെറുതെ കാണാതെ പഠിക്കണം എന്നല്ല, ആ കോൺസെപ്റ്റ് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതുപോലൊരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തിയറി, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും നമ്മുടെ ഈ എൻട്രൻസ് എക്സാമുകൾ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നൊന്നുമല്ല എൻട്രൻസ് എക്സാം എന്നുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വിദ്യാർത്ഥികളിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മുടെ കൂട്ടുകാരിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എൻട്രൻസ് എക്സാമുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധികൾക്ക് മാത്രം പറ്റുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അവർ മാത്രം ക്രാക്ക് ചെയ്യുന്ന ഒന്നാണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇനി +2ൻ്റെ മാർക്ക് വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമുകൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അതായത് നല്ല രീതിയിൽ നിങ്ങൾ അതിനുവേണ്ടി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എൻട്രൻസ് എക്സാമുകൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുക, മീൻസ് അതിനെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും എന്നെ കൊണ്ടാകുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ഈ ഡൊമൈൻ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് +1ലെ ചാപ്റ്റേഴ്സ് എന്നായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, +1 ഫിസിക്സിൻ്റെ എക്സാം, ബോർഡ് എക്സാം നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ +1 സ്റ്റുഡൻസിന് കൂടെ യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് +1 ഫിസിക്സിലെ ക്ലാസ്സുകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ +2 ഫിസിക്സിലെ ക്ലാസ്സിലെടുക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ CBSE ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് CBSEയുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടാനായിട്ട്, അതായത് നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുടങ്ങാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ എൻട്രൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യുക. ആ ലിങ്ക് വഴി നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുവഴിയായിരിക്കും നമ്മൾ ഇൻഫർമേഷൻസൊക്കെ നിങ്ങളുമായിട്ട്, അതായത് ഒരു ഇൻട്രാക്ഷൻ നമ്മൾ നിലനിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു തരത്തിലുള്ള പേയ്മെൻറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ എൻട്രൻസ് എക്സാമുകളെ പറ്റി ഒന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. ഭയങ്കരമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വൈഡായുള്ള രീതിയിലൊന്നുമല്ല നമ്മൾ പറയുന്നത്. ജസ്റ്റ് എന്തൊക്കെയാണ് എക്സാമിൻ്റെ രീതികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ എങ്ങനെയായിരിക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, എത്ര നേരമായിരിക്കും എക്സാം നടക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓൾ ഇന്ത്യ വൈഡ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ നടത്തുന്ന എൻട്രൻസ് എക്സാമുകളാണ് ഒന്ന് JEE മെയിനും അതുപോലെ നീറ്റും. ഈ JEE മെയിൻ മീൻസ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് JEE മെയിൻ എന്ന് പറയുന്നതും മറ്റൊന്ന് പറയുന്നത് JEE അഡ്വാൻസ് എന്ന് പറയുന്ന രണ്ട് എക്സാമുകൾ. ഫസ്റ്റ് നടക്കുന്നത് JEE മെയിൻ ആണ്. ഈ JEE മെയിൻ വഴി നമ്മുടെ ഇന്ത്യയിലുള്ള NIT-കൾ IIT-കൾ തുടങ്ങിയ പല പോസ്റ്റിലേക്ക്, ഏതൊക്കെ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് നല്ല പല കോഴ്സസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻസ് എടുക്കുന്നതാണ് JEE മെയിൻ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ JEE മെയിനിൽ നിന്ന് സെലക്റ്റീവായിട്ട് എടുക്കുന്ന കുറച്ച് സ്റ്റുഡൻസ്, അതായത് റാങ്കിൽ ടോപ്പിൽ വരുന്ന, ഏറ്റവും ടോപ്പിൽ നിന്നല്ല, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് JEE അഡ്വാൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് എക്സാം നടത്തുകയും അതിൻ്റെ ആ ഒരു എക്സാമിനേഷനിൽ നിന്ന്, ആ ഒരു എൻട്രൻസ് എക്സാമിനിൽ നിന്ന് മറ്റ് പല കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ JEE അഡ്വാൻസിനെ കുറിച്ച് നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് JEE മെയിനെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സിലേക്കാണ് JEE മെയിൻ എന്ന് പറയുന്ന എക്സാം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BTech, BE, BR ആൻഡ് B പ്ലാനിംഗ് എന്ന് പറയുന്ന 4 കോഴ്സസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് BTech, BE, BR, B പ്ലാനിംഗ് എന്ന് പറയുന്ന കോഴ്സസിലേക്കാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അതുപോലെ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കും അതിലേക്ക് നമുക്ക് വരാം. മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് മെയിൻ സബ്ജക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഈ പറയുന്ന 4 കോഴ്സസിൻ്റെ മായി ബന്ധപ്പെട്ട് വരുന്ന എൻട്രൻസ് എക്സാമുകൾക്കും നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ടായിരിക്കും. മാത്സ് എന്ന് പറയുന്നത് BTechനും BEക്കും മാത്രമാണ് മാത്സ് വരുന്നത്. പകരം BRക്കിനും B പ്ലാനിങ്ങിനും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്റ്റ് ആയിരിക്കും വരിക. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഒന്നാണ് ആരെന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ട്, അതിലൊന്നാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തം ഫിസിക്സിൽ നിന്ന്, നമ്മൾ ഫിസിക്സിൻ്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്, ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്ന് 20 + 10, അതായത് 20 + 10, ദാറ്റ് മീൻസ് ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 20 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, സാധാ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽസ് ആയിരിക്കും. ആ ന്യൂമറിക്കൽസിൽ നിന്ന് മിനിമം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് എന്നല്ല 5 ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 10 ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണുള്ളത്, ഇതൊരു ശരിയാവുന്ന ഒരു ഉത്തരത്തിന് 4 മാർക്കാണ്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് വെച്ച് 80 മാർക്ക്, ഈ 10 എണ്ണത്തിൽ 5 എണ്ണത്തിന് 4 മാർക്ക് വെച്ച് 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ മാർക്ക് 100 മാർക്ക്. അതായത് JEE മെയിന് ഫിസിക്സിൽ നിന്ന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യാം ഉണ്ടാവുക. ഇനി ഒരു ഉത്തരം തെറ്റുകയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് നെഗറ്റീവ് നഷ്ടപ്പെടും. ഇതിൽ നിന്നല്ല, നീറ്റ് ആയാലും കീം ആയാലും മൂന്നിലെയും മാർക്കിംഗ് സ്കീം ഇതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ മാർക്ക് ഇങ്ങനെ തന്നെയാണ്. ഓരോ ക്വസ്റ്റിൻ്റെയും മാർക്ക് 4 മാർക്കാണ്. അതായത് ശരി ഉത്തരത്തിന് 4 മാർക്കും, ഒരു ഉത്തരം തെറ്റുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കായിട്ട് -1, അതായത് 1 മാർക്ക് നെഗറ്റീവായിട്ട് പോവുകയും ചെയ്യും. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് JEE മെയിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അതായത് നമ്മുടെ എക്സാമിനുള്ള ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അതായത് ഫിസിക്സിന് 100 മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെമിസ്ട്രിക്ക് 100 മാർക്ക്, മാത്സിന് 100 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് JEE മെയിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് മെയിനായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഏത് തന്നെയാണ്, ഫിസിക്സ് എന്നാണ്. അടുത്തത് നീറ്റ് എന്ന് പറയുന്നതാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ MBBS, BDS, BHMS, BAMS പോലുള്ള കോഴ്സുകളിലേക്ക്, ഏതൊക്കെയാണെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് നീറ്റ് എന്ന് പറയുന്നത്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും മെയിൻ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി, ഇത് ഇത്രയുമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബയോളജി എന്ന് പറയാം, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത് മാത്രം, ബോട്ടണി, സുവോളജി, ഇത്രയും സബ്ജക്ട്സ് ആണുള്ളത്. ഇതിൽ ഫിസിക്സ് എന്ന് പറയുന്നത് 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചാണ്, അങ്ങനെ 180 മാർക്ക്. കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് വെച്ച് 180 മാർക്ക്. ബോട്ടണിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 180 മാർക്ക്. സുവോളജിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 180 മാർക്ക്. ഇവിടെയും നെഗറ്റീവ് മാർക്ക് എത്ര എന്നാണ്, 1 എന്നാണ്. അപ്പോൾ ഓവറോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ
180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് ടോട്ടൽ 720 മാർക്കിനായിരിക്കും എക്സാം കാണുക. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours അഥവാ 180 minutes ആണ്. അപ്പോൾ തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടി. 180 ക്വസ്റ്റ്യൻസും 180 മിനിറ്റുമാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 1 മിനിറ്റ് ടൈമാണ്. ഈ ഒരു എക്സാമിൽ നമുക്കറിയാം ബോട്ടണി സുവോളജി എന്ന് പറയുന്ന ഈ 2 പോർഷൻസ്, അതായത് ബയോളജി എന്ന് പറയുന്ന 90 ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ 360 മാർക്കിന് ചോദിക്കുന്ന ബോട്ടണി സുവോളജി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 90% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ തിയറി കൃത്യമായിട്ട് അറിയാമെങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു പോർഷൻ തന്നെയാണ് ബോട്ടണിയും സുവോളജിയും. അപ്പോൾ അവരുടെ റാങ്ക് നിർണ്ണയിക്കുന്ന 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്സും ഒന്ന് കെമിസ്ട്രിയുമാണ്. കാരണം ഇത് ഒരുവിധമുള്ള എല്ലാവരും നല്ലതുപോലെ പഠിച്ചുകൊണ്ട് പോയി എക്സാമിന് എഴുതും. പിന്നീട് അവരുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ആരാണ്? ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ്. കാരണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് ഫിസിക്സും കെമിസ്ട്രിയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്നോടൊപ്പം ഒരു കാര്യം കൂടെ, നമ്മൾ പറഞ്ഞു നീറ്റ് എക്സാം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള കോഴ്സസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ എക്സാം അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് എക്സാം എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾ കീം എക്സാം എഴുതിയില്ലെങ്കിൽ പോലും കീമിന് അപ്ലൈ ചെയ്തിരിക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ നീറ്റ് എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും എന്തിനും കൂടെ അപ്ലൈ ചെയ്യുക? കീം എക്സാമിന് കൂടെ അപ്ലൈ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നീറ്റ് മാത്രം കൊണ്ട് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്തതാണ് കീം എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നതാണ് കീം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നാണ്. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീം എക്സാമിനേഷൻ നടത്തുന്നത് 2 പാർട്ടായിട്ടാണ്. അതായത് ഇവിടെ എല്ലാം ഒരു എക്സാമാണ്. JEE മെയിന് നമുക്ക് ഒറ്റ എക്സാമാണുള്ളത്, 3 മണിക്കൂറുള്ള ഒരു ഒറ്റ എക്സാം. നീറ്റിന് 3 മണിക്കൂറുള്ള ഒരൊറ്റ എക്സാം. എന്നാൽ കീമിന് 2 എക്സാമുകളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. പേപ്പർ 1ൽ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. അതിൽ ഫിസിക്സ് 72 ക്വസ്റ്റ്യൻസും കെമിസ്ട്രി എന്ന് പറയുന്നത് 48 ക്വസ്റ്റ്യൻസുമാണ്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് വരും. 120 ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വെച്ച്? 4 മാർക്ക് വെച്ചാണ്. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 480 ആണ്. അതിന് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂർ, ദാറ്റ് മീൻസ് 150 മിനിറ്റ്സ് ആണ്. രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ പേപ്പർ മാത്സ് ആണ്. മാത്സിന് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചിട്ട് 480 മാർക്ക് തന്നെ ആയിരിക്കും. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 150 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ 2 എക്സാം ആയിട്ടായിരിക്കും നടത്തുക, കീമിൻ്റെ എക്സാം നടത്തുക. ഇനി എക്സാമിന് നടത്തി നമ്മുടെ അഡ്മിഷൻ നടക്കുന്നത് BTech, BArch ആൻഡ് BPharm എന്ന് പറയുന്ന കോഴ്സുകളിലേക്കാണ്. BTech, BArch ആൻഡ് BPharm. ഇതിൽ BTechൻ്റെയും BPharmൻ്റെയും BArchൻ്റെയും ഫോമാണ് ഞാൻ ഈ പറഞ്ഞത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. BPharm എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പേപ്പർ 1 മാത്രമേ ഉള്ളൂ, മാത്സിൻ്റെ എക്സാം ഉണ്ടാവില്ല. ഓക്കെ, പിന്നീട് ഇതിൻ്റെ മറ്റൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീം എക്സാമിൻ്റെ മാർക്ക് എടുക്കുന്നത് നമ്മുടെ +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള മാർക്കിൻ്റെ 50%, അതുപോലെ നമ്മുടെ എൻട്രൻസ് എക്സാമിന് കിട്ടുന്ന മാർക്കിൻ്റെ 50%, അതായത് 50:50 എന്ന് പറയുന്ന അനുപാതത്തിൽ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള JEE മെയിൻ, നീറ്റ്, കീം എന്ന് പറയുന്ന ഈ 3 എക്സാമുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ വെറുതെ ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിൽ പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞത് മാത്രം. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിച്ച കാര്യം നമ്മുടെ പുതിയ കോഴ്സിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. ഒരു തരത്തിലുള്ള പേയ്മെൻറ്റും ഇല്ല. യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ വഴി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന +1, +2 ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒപ്പം അതിൻ്റെ പ്രോബ്ലം സെക്ഷൻസ്, അതായത് പരമാവധി പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തിയറി ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ പ്രോബ്ലംസ്, നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമല്ല മാക്സിമം പ്രോബ്ലംസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം റെപ്പറ്റീഷൻസ് വളരെ കുറവാണ്. അതായത് പ്രീവിയസ് എക്സാമിൽ നിന്നൊരു 1% ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2% ക്വസ്റ്റ്യൻസ് മാത്രമാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ആയിട്ട് 1000 അല്ലെങ്കിൽ 1500 കണക്കിന് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് പരമാവധി പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. അതായത്
തിയറി കോൺസെപ്റ്റ് നമുക്ക് കിട്ടുകയും വേണം, അതുപോലെ പ്രോബ്ലം സ്കില്ലും വേണം. അതായത് പ്രോബ്ലം സ്കില്ല് കിട്ടുന്നത് നമ്മൾ തിയറി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്ത് എന്ത് ചെയ്യുക, ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്രോബ്ലംസ് നമ്മൾ ചാനൽ വഴി ചെയ്യും. ഒപ്പം നമ്മുടെ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ തരികയും ചെയ്യും, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് അഡ്മിൻ ഓൺലി ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഗ്രൂപ്പിൽ അഡ്മിന് മാത്രമായിരിക്കും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് തമ്മിലൊരു സംസാരം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടാണ്. അല്ല പിന്നീട് മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ തൽക്കാലം എന്തായാലും അഡ്മിനുള്ളിൽ ആയിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തേക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. കാരണം വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി കട്ടയ്ക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കട്ടയ്ക്ക് കൂടെ വയ്ക്കാൻ ഞാനും തയ്യാറാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാത്രമല്ല പ്ലസ് ടു പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കും, അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാൽ പോലും എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോകൾ ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒപ്പം ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.